നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളെന്താ ഇവിടെ? എന്താ ചെയ്യുന്നേ? എന്താ അരുതി? എന്താ ഹരിയ? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? കാര്യം പറ. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടും കണ്ണു നിറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അഞ്ജലിയെ തല്ലാൻ പോയതിന്റെ വിഷമമാണോ? അപ്പൊ ഞങ്ങൾക്ക് വിഷമം തോന്നിയിരുന്നു. വല്യച്ചയുടെ ദേഹത്ത് ആരെങ്കിലും ഒരു നുള്ളു പൂഴി വാരിയിട്ടാലും ഞങ്ങൾക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രസാദേട്ടൻ വല്യച്ചയെ അടിക്കാനാഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ചേച്ചിയോട് തന്നെ അതിന്റെ കാര്യം ചോദിക്കാന്ന് കരുതിയത്. ചേച്ചി പറഞ്ഞുവല്ല, എല്ലാം പറഞ്ഞു ഞങ്ങളോട്. ഇത്രയും നാളെ ഞങ്ങൾ ഓർത്തിരുന്നത് ഈ ലോകത്ത് വല്യച്ച ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങളാണെന്നാ. പക്ഷെ ഇന്ന് മനസ്സിലായി അത് പ്രസാദേട്ടനാണെന്ന്. സ്വന്തം ജീവൻ കൊടുക്കാനും തയ്യാറായില്ലേ? സ്വയം രക്ഷപ്പെട്ട് ഓടാൻ അവസരം ഉണ്ടായിട്ടും വിട്ടുകളയാതെ ചേർത്ത് പിടിച്ചില്ലേ? എത്ര നന്ദി പറഞ്ഞാലോ മതിയാവോ? ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ. അഞ്ജലിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ സന്തോഷമാണ്. അത് തന്നെയാ പ്രസാദേട്ട യഥാർത്ഥ കരുതലും. ഞങ്ങൾക്ക് വേണ്ടിയാ വല്യച്ച എന്നും ജീവിച്ചിരുന്നത്. പകരം എന്തു കൊടുത്താലും മതിയാവില്ലെന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കാൻ, സംരക്ഷിക്കാൻ ആത്മാർത്ഥതയും കൂറുള്ള ഒരാൾ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരാളെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ആയിക്കോട്ടെ, എന്നാലും പ്രസാദേട്ടൻ എന്നും അഞ്ജലി ചേച്ചിയുടെ കൂടെ ഉണ്ടാകില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അഞ്ജലിയെ താലികെട്ടിയ ഭർത്താവോ നല്ല കുട്ടികളെ. ഈ കരാർ കാലാവധി എന്നുവരെ ഉണ്ടാവുന്ന പോലും നിശ്ചയമില്ല. പ്രസാദേട്ടാ, ചേച്ചിയുടെ കൂടെ ഉണ്ടാവില്ലേ എന്നും? അഞ്ജലി ആഗ്രഹിക്കുന്ന കാലം വരെ ഞാൻ ഉണ്ടാവും, താങ്ങായും തണലായും കൂടെ തന്നെ. അതുപോലെ മതി, വാക്ക് താൻ ഞങ്ങൾക്ക്. അതെ, വാക്ക് തരണം. വാക്ക്. ഞാനായിട്ട് അഞ്ജലി വിട്ടു പോവില്ല, എന്നും കൂടെ ഉണ്ടാവും. താങ്ക് യു പ്രസാദേട്ടാ. ഒത്തിരി താങ്ക്സ്. ഇനി ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ആരൊക്കെ ഇല്ലെങ്കിലും ചേച്ചിയെ സംരക്ഷിച്ചു പിടിക്കാൻ പ്രസാദേട്ടന്റെ കൈകളുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.